അസ്സലാമു അലൈക്കും. കഴിഞ്ഞ 12 വർഷമായി മാസത്തിലൊരു ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന ഇൻ്റലക്ച്വൽ മീറ്റിൻ്റെ ഭാഗമായുള്ള സംഗമത്തിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സിയാദ് സാഹിബ് കഴിഞ്ഞ 3 ക്ലാസ്സുകളായി നമുക്ക് പറഞ്ഞു തന്നിരുന്നത് ശരീഅത്ത്, ഹഖീഖത്ത്, ത്വരീഖത്ത് എന്നുള്ള വിഷയമായിരുന്നു. അതിൻ്റെ തുടർച്ചയായ 4ാമത്തെ സെഷനാണ് ഇവിടെയുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യ മാസത്തിൽ പല വേദികളിലും പള്ളികളിലും സദസ്സുകളിലും മൗലിദ് പാരായണങ്ങൾ കൊണ്ടും നബിസ്തുതികളെ കൊണ്ടും മുഖരിതമായ സാഹചര്യത്തിലാണ് നാം ഒത്തുചേർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം കൂടിയാണ്, ഡിസംബർ 10. ഈ പശ്ചാത്തലത്തിലാണ് ബഹുമാനപ്പെട്ട ഹംസ സാഹിബ് ഇന്നത്തെ ഈ ക്ലാസ്സിൻ്റെ 4ാമത്തെ സെഷൻ അവതരിപ്പിക്കുന്നത്. ഈ വൈകിയ വേളയിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ബഹുമാനപ്പെട്ട ഹംസ സാഹിബിനും മറ്റു വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ആദരവുകളും ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا مولانا محمد خاتم الأنبياء ومعلم البشرية من لدن حكيم وعلى آله الطيبين الطاهرين وأصحابه أجمعين. സ്നേഹമുള്ള സഹോദരന്മാരെ, ഇവിടെ 2-3 ആഴ്ചയായി നമ്മൾ പറഞ്ഞു വരുന്ന വിഷയത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ റബീഉൽ അവ്വൽ മാസമായതുകൊണ്ട് എല്ലാവരും മൗലിദ് പാരായണത്തിനും അതുപോലെയുള്ള കർമ്മങ്ങളിലൊക്കെ വ്യാപൃതരായതുകൊണ്ടായിരിക്കണം ആളുകളൊക്കെ കുറഞ്ഞിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം ഇൽമും അമലും രണ്ടും വേണമല്ലോ നമുക്ക്. ഇൽമു മാത്രം പോരല്ല, അമല് വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമലെടുക്കാതെ ഇത് അറിയലും ഇൽമ് കരസ്ഥമാക്കലും ഒരു അമല് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഏതായാലും അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഓരോരുത്തർക്കും അവരവരുടേതായ മഹല്ലുകളിലും പ്രദേശങ്ങളിലൊക്കെ ഇത്തരം ചടങ്ങുകളിൽ ഏർപ്പെടേണ്ടതുള്ളത് കൊണ്ടായിരിക്കും ആളുകളൊക്കെ കുറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് ആളുകളുടെ ആധിക്യം, ആളുകളുടെ കുറവൊന്നും വിഷയമല്ലാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് ആളുകൾ കുറേ വേണ്ടതെന്നാണ് പറയാം. വലിയ സദസ്സിൽ പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിങ്ങനെ ആൾക്കാരോട് വർത്താനം പറയലല്ലേ, അതല്ലാതെ പ്രസംഗിക്കലൊന്നുമില്ല. പ്രസംഗിക്കണ ഉജ്ജ്വല പ്രസംഗകന്മാർക്ക് വലിയ സദസ്സ് വേണ്ടി വരും. നമുക്കങ്ങനെയല്ല, നമ്മൾ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന ആളായതുകൊണ്ട് അങ്ങനത്തെ വിഷയമൊന്നുമില്ല. മാത്രമല്ല, സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നല്ലേ, ചെറുതാണ് സുന്ദരം. പലപ്പോഴും ചെറുതായിരിക്കും സുന്ദരം. അതുകൊണ്ട് സദസ്സ് വലുതാകുക എന്നുള്ളതൊരു വിഷയമല്ല. പിന്നെ നമ്മുടെ വിഷയത്തിൻ്റെ തുടർച്ച ഈ ഇപ്പോൾ ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത് എന്ന ശീർഷകമാണ്. ഈ ശരീഅത്ത്, ത്വരീഖത്ത്, ഹഖീഖത്ത് ഇതിൽ അടിസ്ഥാനപരമായ ഒരു സംഗതി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ശരീഅത്തനുസരിച്ച് കൊണ്ടുള്ള ജീവിതം വളരെ സാമാന്യമാണ്. സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരീഅത്തനുസരിച്ചുള്ള ജീവിതം അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പുരോഗമിക്കണം എന്നുള്ളവരെ സംബന്ധിച്ചാണ്, ആത്മീയമായിട്ട് പുരോഗമിക്കണം എന്നുള്ളവരെ സംബന്ധിച്ചാണ് അടുത്ത വഴികൾ, അടുത്ത സ്റ്റെപ്പുകളൊക്കെ. നമ്മൾ ഇസ്ലാം ദീനിൽ തന്നെ ശരീഅത്തിൽ ഒരാൾ ശരീഅത്തിൽ പരിമിതമായി നിൽക്കുന്നത് കൊണ്ട് ഇസ്ലാമിലല്ലാതാവണല്ലോ, ഇസ്ലാമിൽ തന്നെ. പക്ഷെ അതിൻ്റെ ഉയർന്ന പടിയിലേക്ക് ഇങ്ങനെ കടക്കണില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കോണിമ കയറിയാൽ 1ാമത്തെ സ്റ്റെപ്പിൽ കയറിയിരുന്നാലും കോണിമ കയറി തന്നെയാണ്. അവസാനത്തെ സ്റ്റെപ്പ് കയറിയിരുന്നാലും കോണിമ കയറി തന്നെയല്ലേ പറയാം. അപ്പോൾ കോണിയുടെ 1ാമത്തെ സ്റ്റെപ്പിലായാലും അവസാനത്തെ സ്റ്റെപ്പിലായാലും ഒക്കെ കോണിമ കയറിയിരിക്കാനേ. അതുകൊണ്ട് ഇസ്ലാമിൽ തന്നെ എല്ലാവരും ഉള്ളത്. പക്ഷേ കൂടുതൽ പുരോഗമിച്ച് ഉയർന്നു പോകാനുള്ള എല്ലാ തുറക്കം പിന്നെ തുറക്കം നിങ്ങൾ പടിപടിയായിട്ട് ഉയരണം എന്ന് അല്ലാഹു തആല ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പടിപടിയായിട്ടുള്ള ഉയർച്ചയ്ക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് നീങ്ങേണ്ടി വരും. അപ്പോൾ നമുക്ക് ആത്മീയമായിട്ടുള്ള സംതൃപ്തി ഉണ്ടാവും. അതായത് ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഇതിന് അനുഭൂതി ഉണ്ടാവില്ല, അനുഷ്ഠാനങ്ങളുണ്ടാകും പക്ഷേ അനുഭൂതി ഉണ്ടാവില്ല. അത് കണ്ടെടുത്തിരിക്കുന്നത് സൂഫിവര്യന്മാർ, പിൽക്കാലത്ത് ഉള്ള സൂഫിവര്യന്മാർ ഈ ത്വരീഖത്തിൻ്റെ വഴികളൊക്കെ വെട്ടിത്തെളിയിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്. ലൗകികമായ ജീവിതത്തിലേക്ക് ആളുകൾ ഭൗതികന്മാരായിട്ട് മാറുമ്പോൾ, ഇപ്പം തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആളുകൾക്ക് ഒരു ടെസ്റ്റ് വന്നപ്പോഴേ
നമ്മളെ നരേന്ദ്രമോദി ഒന്നിങ്ങനെ ആൾക്കാരെ ഇടങ്ങേറാക്കിയപ്പോൾ ആളുകളുടെ മനസ്സൊക്കെ എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഭയങ്കര ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം കർബലയിലേക്ക് പോകുമ്പോൾ പറഞ്ഞൊരു വാചകം, അന്നാസു അബീദുദ്ദുനിയ ഫൈദാ മുഹിസു ഫിൽ ബലായി, അന്നാസു അബീദുദ്ദുനിയ വദ്ദീനു ലഅഖുൻ അലാ അൽസിനതിഹിം ഫൈദാ മുഹിസു ബിൽ ബലായി ഖല്ലദ്ദയ്യാനു. അന്നാസു അബീദുദ്ദുനിയ, ആളുകളൊക്കെ ദുനിയാവിൻ്റെ ദാസന്മാരാണ്. വദ്ദീനു ലഅഖുൻ അലാ അൽസിനതിഹിം, ദീൻ അവരുടെ നാക്കുകളിൽ ഒട്ടിച്ചേർന്ന് നിൽക്കും, നാക്കിൽ മാത്രം ദീനുണ്ട്. ഫൈദാ മുഹിസു ബിൽ ബലായി, ഒരു പരീക്ഷണം കൊണ്ട് അവർ കടഞ്ഞു തെളിയിക്കപ്പെടേണ്ട ഘട്ടം വരുമ്പോഴേ, കടഞ്ഞു തെളിയിക്കപ്പെടേണ്ട ഘട്ടം വരുന്നത് പരീക്ഷണത്തിലൂടെയാണ്. ആ പരീക്ഷണം കൊണ്ട് കടഞ്ഞു തെളിയിക്കപ്പെടേണ്ട ഘട്ടം വരികയാണെങ്കിൽ ഖല്ലദ്ദയ്യാനു, അപ്പോൾ ദീനുള്ളവരാണ് കുറയുന്നത്. അതാണ് അത് എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കണം. അപ്പോൾ ഒരു പരീക്ഷണം വരുന്ന സമയത്ത് ആ പരീക്ഷണത്തെ ഏത് നിലക്ക് തരണം ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ ഒരു തരത്തിലുള്ള വെപ്രാളപ്പെടൽ ആളുകളുടെ ഉള്ളിൽ വരാം. അപ്പോൾ അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മധുരം അനുഭവിക്കാത്തത് കൊണ്ടാണ്, ദീനിൻ്റെ മധുരം അനുഭവിക്കാത്തതുകൊണ്ട്. അതുപോലെ തന്നെ വഴികൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയും ചെയ്യും. മൊത്തത്തിൽ ആളുകൾ ഗഫലത്തിലാണ്, കശ്ഫില്ലാത്തയിടത്തോളം കാലം ആളുകൾ ഗഫലത്തിലായിരിക്കും. ഒന്നുകിൽ കശ്ഫ് നേർക്കുനേരം ഉണ്ടാവണം, അല്ലെങ്കിൽ ആ കശ്ഫ് സിദ്ധിച്ചിട്ടുള്ളവരാൽ നയിക്കപ്പെടണം, അല്ലെങ്കിൽ ആളുകൾ ഗഫലത്തിലുണ്ടാവുക. വഖദ് കുന്ത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ ഫകശഫനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. കശ്ഫ് ഉണ്ടാവുന്നതിൻ്റെ മുമ്പത്തെ സ്ഥിതി സൂചിപ്പിക്കുന്നുണ്ട് അതിൽ. ലഖദ് കുന്ത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ, ഇതിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ അശ്രദ്ധയിലായി. ഫകശഫനാ അൻക ഗിതാഅക, അങ്ങനെ തിരശീല നീക്കി തന്നിരിക്കണമെന്ന്. ഫബസറുക അൽയൗമ ഹദീദ്, അപ്പോൾ നിങ്ങളുടെ ദൃഷ്ടി മൂർച്ചയുള്ളതായി മാറുകയാണ്. അപ്പോൾ ഗഫലത്തിലായിരിക്കും, കശ്ഫിൻ്റെ അഭാവത്തിൽ. അത് പാരത്രിക ലോകത്ത് നമ്മൾ എത്തിച്ചേർന്നതിന് ശേഷം മുഴുവനായും പരലോക ജീവിതം നമ്മുടെ മുമ്പിൽ അനാവൃതമാവുന്ന അവസ്ഥയെ സംബന്ധിച്ചാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഖുർആനിലെ ഈ സൂക്തത്തിന് ഇത്തരം ഒരു സൂചന, നമ്മൾ കശ്ഫ് നമുക്ക് ലഭിക്കാത്തിടത്തോളം കാലം നമ്മൾ ഗഫലത്തിലുണ്ടാവും. ഒന്നുകിൽ നേർക്കുനേരെ കശ്ഫ് ഉണ്ടാവും, അതല്ലെങ്കിൽ കശ്ഫ് ഉള്ളവരാൽ നയിക്കപ്പെടുമ്പോഴേ അതിനുള്ള വഴിയാണ്. അതിൽ ഈ തരീഖത്തിലും ഹഖീഖത്തിൻ്റെയൊക്കെ വഴി എന്ന് പറഞ്ഞാൽ കേവലം ഒരു പ്രാസ്ഥാനികമല്ല. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം എപ്പോഴും തസവൂഫിൻ്റെ പാതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉയർന്നു നിൽക്കുന്ന വ്യക്തികളെയാണ്. ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്കല്ല, വ്യക്തികളുണ്ടാവുക. സാമൂഹികമായ മാറ്റങ്ങൾക്കുമൊക്കെ അടിസ്ഥാനപരമായി മുന്നിൽ നിൽക്കുന്നത് ഇത്തരത്തിലുള്ള വ്യക്തികളായിരിക്കും, അതല്ലാതെ ഒരു പ്രസ്ഥാനമെന്നോ സംഘടന എന്നോ ഉള്ള നിലക്കല്ല. ഈ ചരിത്രശാസ്ത്രത്തിൽ സാധാരണ പറയാറുണ്ട്, ലോകത്ത് ചലനം വരുന്നത്, ലോകത്ത് മാറ്റം വരുന്നത് വ്യക്തികളിലൂടെയാണോ അതോ പ്രസ്ഥാനത്തിലൂടെയാണോ ജനങ്ങളിലൂടെയാണോ എന്ന് കറ്റാക്ലിസ്മിക് സിദ്ധാന്തം എന്ന് പറയലുണ്ട്. എന്നുവെച്ചാൽ വ്യക്തികളാണ് എപ്പോഴും വ്യക്തികൾ മുമ്പിലുണ്ടാവും. ആ വ്യക്തികൾ മുഖേനയാണ് ചരിത്രത്തിൽ മാറ്റം വരുന്നത്, അതല്ലാതെ ഒരു പൊതു പ്രസ്ഥാനത്തിലൂടെയല്ല. ആ ആശയത്തെ തിരുത്തിയ ആൾ മൊണ്ടസ്ക്യൂ, കാർൽ മാർക്സ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രസ്ഥാനത്തിൽ കൂടെയാണ്, അതുപോലെ ജനങ്ങളിലൂടെയാണ് ലോകത്ത് മാറ്റം ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ജനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് മാറ്റം ഉണ്ടാക്കാനുള്ള വ്യക്തി മുന്നിലുണ്ടാവുമ്പോഴാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അത്തരം ആളുകൾക്ക് ആത്മീയമായിട്ടുള്ള ശക്തിയുള്ളവരായിരിക്കും. ഏത് നിലക്കാണെങ്കിലും ശരി, ആ മാറ്റത്തിന് മുമ്പിൽ നിൽക്കുന്ന ആൾ ആത്മീയമായിട്ടും മാനസികമായിട്ടും ശക്തിയുള്ളവരായിരിക്കും. അവരുടെ ആ ശക്തി കൊണ്ട് ജനങ്ങളെ നയിക്കാൻ, അതുപോലെ എതിരാളികളെ വിസ്മയിപ്പിക്കാൻ, അതല്ലെങ്കിൽ അവരെ പരിഭ്രാന്തരാക്കാനൊക്കെ അത്തരം വ്യക്തികൾക്ക് സാധിക്കും. ആധ്യാത്മികമായിട്ടുള്ള അത് ഒരു കേവലം ഞാൻ മുസ്ലിങ്ങൾ എന്നുള്ള എനിക്ക് മാത്രമല്ല പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി ആലോചിച്ച് നോക്കി. മഹാത്മാഗാന്ധി നൗഖാലിയിലേക്ക് പോയ ആ സന്ദർഭത്തെ പറ്റി സൂചിപ്പിച്ചിരുന്നു. നൗഖാലിയിലേക്ക് അദ്ദേഹം പോകുന്നത്, അദ്ദേഹം ഒരു സഹോദര സമുദായങ്ങളൊക്കെ നേർക്കുനേരെ കടിച്ചു കീറുന്ന ഭയങ്കരമായ കലാപം നടക്കുകയാണ് അവിടെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അദ്ദേഹം അപ്പോൾ സ്വാതന്ത്ര്യാഘോഷത്തിനൊന്നും നിൽക്കാതെ നേരെ പോവുക ചെയ്യണം. അങ്ങനെ പോയിട്ട് അദ്ദേഹം ചെല്ലുന്ന സ്ഥലം എവിടെയാണ്, രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ, പറഞ്ഞാൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ വമ്പിച്ച കലാപം നടക്കുകയാണ് നേർക്കുനേരെ. അത്തരത്തിലുള്ള ഒരു കലാപത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് അദ്ദേഹം നിരായുധനായി പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പില്ലാതെ, ഒപ്പം ആളുകളും ആരുമില്ലാതെ അദ്ദേഹം ചെല്ലുക. അപ്പോൾ ചെല്ലാൻ സാധിക്കുന്ന ഒരു മനഃശക്തി ഉണ്ടല്ലോ,
ആ മനഃശക്തി ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഉദാഹരണമായിട്ട് പറഞ്ഞതുള്ളൂ. ഗാന്ധിജി മുസ്ലിമാണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം. അതേസമയത്ത് ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അപ്പോൾ ശക്തി കൊണ്ട് സിദ്ധിക്കുകയാണ്, ആത്മീയമായിട്ടുള്ള ശക്തി. അപ്പോൾ ആ വ്യക്തി സമൂഹത്തെ നയിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ആ വ്യക്തിക്ക് ആത്മീയമായിട്ടുള്ള ഒരു ശക്തി സിദ്ധിക്കുകയാണ്. അപ്പോൾ വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ മുമ്പിലുണ്ടാകും. അപ്പോൾ തസവുഫിൽ കൂടി പിന്നെ നൽകുന്നത് ഇത്തരത്തിലുള്ള വ്യക്തികളെയാണ് ഉണ്ടാവുക. ചരിത്രത്തിൽ എവിടെ നമ്മൾ നോക്കുകയാണ്, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റത് ദാത്തിനെ കാണാതിരിക്കുകയാണ്, ദാത്തിനെ വ്യക്തിയുടെ ദാത്തിനെ കാണാതിരിക്കുകയാണ് പ്രസ്ഥാനങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബ് ലോകത്തുണ്ടാക്കിയിട്ടുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്നിടത്ത് ഈ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അബുല്ലാല മൗദൂദി, അതൊക്കെ ഈ കമ്മ്യൂണിസത്തിൻ്റെ മാർക്സിൻ്റെയൊക്കെ വഴിയിൽ കൂടെ ചിന്തിച്ച ആളാണ് അയാളൊക്കെ. പിന്നെ സാമൂഹികമായ മാറ്റത്തിന് വ്യക്തി അല്ല യഥാർത്ഥത്തിൽ പ്രസ്ഥാനമാണെന്നൊക്കെ ഉള്ള രീതിയിൽ കാണുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം ഒരിടത്ത് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് അദ്ദേഹം പിന്നെ ഉപദേശം കൊടുക്കണോടത്ത്, ഒരു സമൂഹത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാർക്ക് ഉപദേശം കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നുണ്ട്. പിന്നെ അറബ് മേ ജോ ജബർദത്ത് കാമ്യാബി ഹാസിൽ ഹുയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അറബ് ലോകത്ത് വളരെ വലിയ ഒരു വിജയം നബിക്ക് നേടാൻ സാധിച്ചു. ജോ ജബർദസ്ത് കാമ്യാബി ഹാസിൽ ഹുയി, വലിയൊരു വിജയം അവിടത്തേക്ക് നേടാൻ സാധിച്ചു. അത് നേടാൻ സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, അദ്ദേഹത്തിന് ഒരു ഇൻസാനി മവാദിമില്ലേ, നല്ല ഒരു ഇൻസാനി മവാദ് ജനസമ്പത്ത് കിട്ടിയെന്നാണ്. പിന്നെ നല്ല ഒരു ജനസമ്പത്ത് അദ്ദേഹത്തിന് കിട്ടി. ആ ജനസമ്പത്ത് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അവിടത്തേക്ക് ഒരിക്കലും തന്നെ വിജയിക്കാൻ സാധിക്കില്ലായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുണ്ടായിരുന്നില്ലെങ്കിൽ കാണുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതേമാതിരി ഞങ്ങളില്ലായിരുന്നെങ്കിൽ കാണുന്നു എന്നൊക്കെ ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു എന്ന് പറയില്ലേ, അതേ നിലക്കുള്ള ഒരു സ്വരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ നല്ല കുറേ മനുഷ്യന്മാരുടെ സമ്പത്ത് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ അവിടത്തേക്ക് വിജയിക്കാൻ പറ്റൂലായിരുന്നു എന്ന്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തി കൊണ്ടാണ് അത്തരത്തിലുള്ള സമ്പത്തിന്, ജനസമ്പത്തിന് അവിടത്തേക്ക് കിട്ടിയത്. പരിശുദ്ധ ഖുർആനൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വലൗ കുന്ത ഫളൻ ഗലീലൽ ഖൽബി ലംഫളു മിൻ ഹൗലിക വബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹു വലൗ കുന്ത ഫളൻ ഗലീലൽ ഖൽബി ലംഫളു മിൻ ഹൗലിക, അങ്ങയുടെ സ്വഭാവം പരുഷമായിരുന്നെങ്കിൽ ആളുകൾ അങ്ങയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമായിരുന്നു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം, ആ ദാത്ത്, റസൂലുള്ളാഹിൻ്റെ ദാത്ത് ഉണ്ടല്ലോ വ്യക്തിത്വം, ആ വ്യക്തിത്വമാണ് അത്തരത്തിലുള്ള വ്യക്തിയെ കുറേ ആളുകളെ, നല്ല മനുഷ്യന്മാരെ കിട്ടാൻ തന്നെ കാരണം എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തിപ്രഭാവത്തെ അംഗീകരിക്കാതിരിക്കുക, അതാണ് പിന്നെ ഇത്തരം പ്രസ്ഥാനങ്ങളിലൊക്കെ കാണാൻ പറ്റുക. പക്ഷേ ശരിയത്തെ തസവൂഫിൻ്റെ വഴിയിൽ, തരീഖത്തിൻ്റെ വഴിയിൽ, ഹഖീഖത്തിൻ്റെ വഴിയിൽ അങ്ങനെയല്ലേ നമുക്ക് കാണാൻ പറ്റുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം തന്നെ നമ്മളെ ക്ഷണിക്കുന്നത് വ്യക്തിത്വത്തിലേക്ക്. പരിശുദ്ധ ഖുർആൻ നമ്മൾ നോക്കി, ഇദാ ദഅാകും ഇലല്ലാഹി വറസൂൽ വഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി എന്നാണ് പറയുക. ഈ പ്രസ്ഥാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഈ ആശയം മാറ്റി തിരുത്തി എല്ലാവരും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം എന്ന് പറയാൻ തുടങ്ങി. ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക, ഖുർആൻ സുന്നത്ത് എന്ന് പറയാൻ തുടങ്ങി. ഖുർആൻ സുന്നത്തുമല്ല, പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് നിങ്ങൾ ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും എന്ന് പറയുമ്പോൾ രണ്ടും പേഴ്സൺ ആണ്. മറ്റൊരു മൂവ്മെൻ്റാണ്. ഖുർആനിലേക്ക് അതല്ലെങ്കിൽ പിന്നെ ഗ്രന്ഥമാണ്, ഗ്രന്ഥത്തിലേക്കല്ല ക്ഷണിക്കേണ്ടത്. ആ ഗ്രന്ഥത്തിലൂടെ എത്തേണ്ടതും അള്ളാഹുവിലേക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേഴ്സൺ എന്ന നിലക്ക് കാണുകയാണ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള, ഇപ്പോൾ റബീഉൽ അവ്വൽ മാസം കൊണ്ട് സൂചിപ്പിച്ചല്ലോ, നമ്മൾ റബീഉൽ അവ്വൽ മാസത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനുരാഗം, ആ അനുരാഗത്തിൻ്റെ വിഷയം വരുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ റസൂലിനോടൊന്ന് അധികം സ്നേഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപൂജയായിട്ട് മാറുള്ളൂ എന്ന് പറയുന്നിട്ടില്ലെങ്കിൽ അത് വ്യക്തിപൂജയാണ്. റസൂലിനോട് നമ്മൾ സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാതെ അധികമായി പോവുകയാണ്, അത് വ്യക്തിപൂജയായി പോവുകയാണെന്ന് പറയും. യഥാർത്ഥത്തിൽ വ്യക്തിപൂജയായി പോകൽ എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം ഉണ്ടാവുക എന്നുള്ളത് സ്നേഹത്തിന് വല്ല അതിരുണ്ടോ? പ്രണയത്തിന് വല്ല അതിരുണ്ടോ? അനുരാഗത്തിന് വല്ല അതിരുണ്ടോ? പ്രണയത്തിനും അനുരാഗത്തിനും അതിരില്ല. കാരണം അത് മനസ്സിൻ്റെ സഞ്ചാരമാണ്, ആത്മാവിൻ്റെ സഞ്ചാരമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെയുള്ള ആത്മീയമായിട്ടുള്ള ആഭിമുഖ്യം, മാനസികമായിട്ടുള്ള സ്നേഹം, ഈ സ്നേഹത്തിന് അതിർത്തികളില്ല. ആ അതിർത്തികൾ ഇല്ല എന്നതാണ് സഹാബത്തിൻ്റെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിന് അതിർത്തികളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായിട്ട് തന്നെ സ്നേഹിച്ചിരുന്നവരല്ലേ അവർ, ശാരീരികമായിട്ട് തന്നെ. ഒരിക്കൽ ബദർ യുദ്ധത്തിൽ നിങ്ങൾക്കറിയാലോ, ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഫ് നന്നാക്കിയപ്പോൾ സവാദ് എന്നവരുടെ മേല് വടി തട്ടി. നമുക്കറിയുന്ന ചരിത്രമാണ്, എല്ലാവരും പറഞ്ഞു കേട്ട ചരിത്രം തന്നെയാണ്. സവാദ് എന്നവരുടെ മേല് വടി തട്ടി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവാദ് എന്ന് പറയുന്നത് വെച്ചാൽ എനിക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യണം.
എനിക്ക് നിങ്ങളോട് പ്രതികാരം ചെയ്യണം, എൻ്റെ മേലിൽ വടി തട്ടിക്കണോ, അപ്പോൾ തിരിച്ചൊരു കുത്ത് തരണതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മാടി കാണിച്ചു കൊടുത്ത കുപ്പായം അല്ലേ, കശഫർ റസൂലു സൗബഹു അൻ ബത്നിഹി ഖാല അസ്തഫിദ് ലാ തസ്തഹി അൻ ഫിഅലിഹി. ഒരിക്കലും മടി കൂടാതെ പ്രതികാരം ചെയ്തോളൂ. ആ സഹാബിയുടെ മുമ്പിൽ കുപ്പായം മാടി കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ സഹാബി എന്താ ചെയ്തത്? ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പിന്നെ കെട്ടിപ്പുണരുകയാണ് ചെയ്തത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ശാരീരികമായിട്ടുള്ള സ്നേഹം അതാണല്ലോ ഈ പ്രകടിപ്പിക്കുന്നത്. റസൂലുള്ളാഹിൻ്റെ ശരീരത്തോട് തന്നെ കാണിക്കുന്ന സ്നേഹം. അല്ലാതെ ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊണ്ടുവന്ന ആശയത്തെ ഇപ്പോൾ ഇവിടെ കെട്ടിപ്പുണർന്നത്, അവിടുത്തെ ആശയത്തെ, അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള സിദ്ധാന്തത്തെ, അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസത്തെ, അതിനോടാണ് നമുക്ക് താല്പര്യം വേണ്ടത്. റസൂലിനോട് വ്യക്തി എന്ന നിലക്ക് അങ്ങനെയല്ല വേണ്ടതെന്ന് പറയും. യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കൊണ്ടുവന്നിട്ടുള്ള ആശയ റസൂൽ എന്ന ആളത്വത്തോടെ ഈ ഇത്തരത്തിലുള്ള അനുരാഗം പഠിപ്പിക്കുന്നത് തസവൂഫാണ്. അപ്പോൾ റസൂലുള്ളാഹി, ഇപ്പോൾ അല്ലാമ ഇക്ബാൽ അദ്ദേഹം വലിയ സൂഫി വര്യനാണ്. അല്ലാമ ഇക്ബാൽ വലിയ സൂഫി വര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള അനുരാഗം വല്ലാത്ത അനുരാഗമാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാവീദ്നാമ, അതുപോലെ തന്നെ അർമഖാനെ, ഹിജാസ് തുടങ്ങിയിട്ടുള്ള മാഷുകൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അത്തരം പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാമ ഇക്ബാൽ പറയുന്നത് ബമുസ്തഫ ബിറസാൻ ഖീശ്റ, ബമുസ്തഫ ബിറസാൻ ഖീശ്റ കെ ദീൻ ഹമേ ഊസ്ത് അഗർ ബഊ നറസീദി തമാം ബൂലഹബീസ്ത്. ബമുസ്തഫ ബിറസാൻ, നിങ്ങൾ മുസ്തഫയിലേക്ക് എത്തുക എന്നാണ്. മുസ്തഫയിലേക്ക് നിങ്ങൾ സ്വന്തത്തെ എത്തിക്കുക. മുസ്തഫാൻ ബിറസാൻ ഖീശ്റ, നിങ്ങൾ നിങ്ങളുടെ അസ്തിത്വത്തെ, നിങ്ങളുടെ വ്യക്തിത്വത്തെ, നിങ്ങളുടെ സ്വത്വത്തെ നിങ്ങൾ മുസ്തഫയിലേക്ക് എത്തിക്കുക. കാരണം ഇല്ലെങ്കിൽ അങ്ങനെ, കാരണം എന്താ വെച്ചാൽ ദീൻ ഹമിയ ഊസ്ത്, ദീൻ എന്ന് പറഞ്ഞാൽ അവിടുന്നാണ്. ദീൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫയാണ്. അവിടുന്ന് കൊണ്ടുവന്ന തെളിവുകൾ, ആദർശങ്ങൾ, പ്രസ്ഥാനങ്ങൾ എന്നുള്ളതിനേക്കാണ് അവിടുന്ന് തന്നെയാണ്. ദീൻ ഹമയ ഊസ്ത്, ദീൻ എന്ന് പറഞ്ഞാൽ അവിടുന്നാണ്. അഗർ ബഊ നറസീദി, അവിടത്തേക്ക് എത്തിയിട്ടില്ലെങ്കിൽ തമാം ബൂലഹബീസ്, ബാക്കിയുള്ളതൊക്കെ ബൂലഹബീസമാണെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിലേക്ക് തന്നെ എത്താൻ പറയുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ സ്വത്വത്തിലേക്ക് എത്താൻ പറയുകയാണ് ചെയ്യുന്നത്. അതാണ് ഹഖീഖത്ത് മുഹമ്മദി. അതിലേക്കായിട്ടുണ്ട് തസവ്വുഫ് പഠിപ്പിക്കുന്ന വലിയൊരു ആശയം അതാണ് ഹഖീഖത്ത് മുഹമ്മദി, അതല്ലെങ്കിൽ നൂറ മുഹമ്മദി. ഇതിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതെ തസവ്വുഫും തരീഖത്തും ശരീഅത്തും ഹഖീഖത്തും നുബുവത്തിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ തന്നെ ഉള്ള വ്യതിരിക്തത എന്താണെന്ന് വെച്ചാൽ, പിന്നെ ശരീഅത്ത് പറയുന്നതനുസരിച്ച്, ശരീഅത്തനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുത്തു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അവിടത്തേക്ക് വഹി എത്തിച്ചു കൊടുത്തു. ആ വഹി റസൂൽ സ്വീകരിച്ചു. അങ്ങനെ സ്വീകരിച്ചിട്ട് ജനങ്ങളെ പഠിപ്പിച്ചു. അത് അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വർഗ്ഗം കിട്ടും, അതനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നരകത്തിൽ പോകേണ്ടി വരും. ഇതാണ് യഥാർത്ഥത്തിൽ ശരീഅത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള ഹുക്കുമുകളൊക്കെ അനുസരിച്ച് ജീവിക്കണം. ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് പഠിപ്പിക്കുക. അതേസമയത്ത് നമ്മൾ തരീഖത്തിലേക്കും അതിൻ്റെ അപ്പുറത്തേക്കും കടക്കാമെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം, റസൂലിൻ്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ അനശ്വരമായ, അതല്ലെങ്കിൽ കാലമില്ലാത്ത, ഒരു കാലവുമില്ലാത്ത ഖലീഫയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ അവ്വലു മാ ഖലഖല്ലാഹു നൂരി അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് പിന്നെ എന്താ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് അവ്വലു മാ ഖലഖല്ലാഹു നൂറ നബിയിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് പടച്ചത് നിങ്ങളുടെ പ്രവാചകൻ്റെ നൂറിനെയാണ്. ഈ പ്രവാചകൻ്റെ നൂറ് എന്നുള്ള ആശയത്തിൻ്റെ അടുത്തേക്ക് എത്തണമല്ല ബാക്കിയുള്ളവരാരും. അങ്ങനെ ഒരു നൂറിൽ തന്നെ എത്തണില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നൂറ് എന്നുള്ള വാക്കാവും, നൂറിൽ എന്നെ പിന്തുടരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. അല്ലദീന യത്തബിഊന നബിയ്യൽ ഉമ്മിയ്യ അല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീലി യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകരി വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് ഫല്ലദീന ആമനൂ والذين آمنوا به ونصروه وعزروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. ആരാണ് മുഫ്ലിഹുകൾ, ആരാ വിജയിച്ചവരെന്ന് പറയുന്നിടത്ത് അല്ലദീന യത്തബിഊന നബിയ്യ അൽ ഉമ്മിയ്യ, നിരക്ഷരനായിട്ടുള്ള പ്രവാചകനെ പിൻപറ്റുന്നവർ. അല്ലദീ യജിദൂനഹു മക്തൂബൻ, അത് ക്രൈസ്തവരെ പറ്റി ജൂതന്മാരെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു ഇവിടെ. അവരുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നാമം എഴുതപ്പെട്ടതായിട്ട് അവർ കാണുന്നു.
എന്നിട്ട് എന്താ അവിടുന്ന് ചെയ്യുന്നത്? മാറൂഫ് നല്ല കാര്യങ്ങൾ അവിടുന്ന് കൽപ്പിക്കുന്നു, ചീത്തയിൽ ജനങ്ങളെ വിരോധിക്കുന്നു, അതുപോലെ തന്നെ പിന്നെ നല്ല ആഹാര സാധനങ്ങളൊക്കെ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു, പിന്നെ നിഷിദ്ധമായതൊക്കെ അവർക്ക് വിലക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഫല്ലദീന ആമനൂ ബിഹി അവിടത്തിൽ വിശ്വസിക്കുക, വഅസ്സറൂഹു അവിടുത്തെ ബലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക, വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു അവിടുത്തെ കൂടെ അവിടുന്ന് പിന്നെ രംഗപ്രവേശം ചെയ്യുമ്പോൾ അവിടുത്തെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നൂറുണ്ട്. ആ നൂറിനെ അതാ ഉൻസില മഅഹു എന്ന് പറഞ്ഞത്, ഉൻസില ഇലൈഹി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവിടത്തേക്ക് ഇറക്കി കൊടുത്ത നൂറെന്നല്ല. വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു അവിടുന്ന് എവിടെ അവതരിക്കുന്നു അവിടെയൊക്കെ ഈ നൂറുണ്ടാവുന്ന ആ നൂറിനെ പിൻപറ്റുന്നു വരുന്ന. അപ്പോൾ ആ നൂറ് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചിട്ടുള്ള നൂറ്, പിന്നെ ആദ്യമായി അല്ലാഹു തആല പഠിച്ചത് ആ നൂറാണെന്നാണ്. ആ നൂറിൽ നിന്നാണ് പിന്നെ അള്ളാഹു ബാക്കിയുള്ളതൊക്കെ പടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ സൃഷ്ടികളെ സൃഷ്ടികൾ അള്ളാഹു തആല സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച സമയത്ത് ആ നൂറിനെ അള്ളാഹു തആല പലതാക്കിയിട്ട് മുഅ്മിനീങ്ങളെ സൃഷ്ടിച്ച് തുടങ്ങിയിട്ട് വിശദമായിട്ട് പിന്നെ ഹദീസിൽ സൂചിപ്പിച്ച് പറയും. അപ്പോൾ ഏതായാലും അതിൽ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നൂറിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ആ നൂറ് അതുപോലെ ഹഖീഖത്ത് മുഹമ്മദ് എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹഖീഖത്ത് എന്താണ്, അവിടുത്തെ യാഥാർത്ഥ്യം എന്താണ്, അവിടുന്ന് നമ്മുടെ പ്രത്യക്ഷത്തിൽ കൺമുമ്പിൽ കാണുന്ന ഈ ശരീരം എന്നുള്ള നിലക്കല്ല, അവിടുത്തെ മഹത്വം എത്ര വലുതാണ് അല്ലേ, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുള്ള സന്ദർഭമാണ് ഇസ്രാ മിഅ്റാജിൻ്റെ സന്ദർഭം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹഖീഖത്ത് എന്താണെന്ന് മനസ്സിലായി അല്ലേ. അവിടുന്ന് അല്ലാമ യൂസുഫ് അലി അദ്ദേഹത്തിൻ്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോയ ഇതിനെപ്പറ്റി പറയുമ്പോൾ പിന്നെ ഹിസ് ബോഡി വാസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ലൈറ്റ് എന്നാണ്. ഹിസ് ബോഡി വാസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ലൈറ്റ്. എന്താണ് മിഅ്റാജ് ഇസ്രാ എന്ന് പറഞ്ഞാൽ തർക്കിച്ചും. ചില ആൾക്കാർക്ക് കിനാവ് കൊണ്ടതായിരുന്നു, ചില ആൾക്കാർ എന്തോരു ദർശനം ഉണ്ടായതാണ്, എന്തോരു തോന്നലുണ്ടായതാണ്, ഈ രീതിയിൽ പല നിലക്കും പറയേണ്ടത്. ഇത് ഹഖീഖത്ത് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് മുഹമ്മദ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹഖീഖത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ ആലോചിക്കേണ്ടി വരും. എങ്ങനെ ഒരു മനുഷ്യർ അതന്നെയല്ലേ ഖുറൈശികൾക്കും മുശ്രിക്കുകൾക്കൊക്കെ പറ്റിയപ്പോൾ തന്നെ അവർ പറഞ്ഞത് തന്നെയാണല്ലോ. അറേബ്യയിലുള്ള ആൾക്കാരും പറഞ്ഞാൽ അതിപ്പോൾ എങ്ങനെ നടക്കുക, ഒരു രാത്രി കൊണ്ട് അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇപ്പോൾ എങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ അവിശ്വസിക്കാൻ തയ്യാറായത് ഇതേ മനസ്ഥിതി കൊണ്ട് തന്നെ. അതേസമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹഖീഖത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അള്ളാഹു നൂറ് കൊണ്ട് പഠിച്ച അവിടുത്തെ പ്രകാശമാണ്. പ്രകാശം എത്രയും പെട്ടെന്ന് സഞ്ചരിക്കുന്നുവേ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അവിടുന്ന് പടക്കപ്പെട്ടിരിക്കുന്നത് പ്രകാശം കൊണ്ടാണെന്ന് പറഞ്ഞാൽ പിന്നെ ആ പ്രകാശത്തിൽ കൂടി പരിശുദ്ധ ഖുർആൻ അവതീർണമായതോടുകൂടി പിന്നെ വീണ്ടും വ്യത്യാസപ്പെടുകയാണ്. മുസ്തഫായി കൂക ജിസ്മ ജാനബൂദ് താക്കെ റഹ്മാൻ അല്ലമൽ ഖുർആൻ ബൂദ്. മുസ്തഫാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിപ്പിച്ചതോടുകൂടി അവിടുത്തെ ശരീരം പിന്നെ ജാൻ ആവുകയാണ്, ശരീരം ആത്മാവാവുകയാണ്. പിന്നെ അപ്പോൾ റസൂലുള്ളാഹിനെ പറ്റി നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള നമ്മുടെ മാനദണ്ഡങ്ങളും മാപകങ്ങളും വെച്ച് അളന്നറിയാൻ കഴിയില്ല. അതാണ് അവിടുത്തെ ഹഖീഖത്ത്. അപ്പോൾ ആ ഹഖീഖത്തിനെ പറ്റി പഠിപ്പിച്ചു തരുന്നതൊക്കെ തസവൂഫാണ് പഠിപ്പിച്ചു തരുന്നത്. അല്ലാത്തിടത്ത് ആ ഹഖീഖത്ത് നമ്മുടെ മുമ്പിൽ അനാവൃതമാകുന്നു. അതും എന്നാൽ തന്നെ നമ്മുടെ മുമ്പിൽ പൂർണ്ണമായിട്ട് അനാവൃതമാക്കി തരാൻ പറ്റൂല. പക്ഷേ ഇതിലൂടെ അനുഭവിക്കുകയാണ്. അതിപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് അതാണ് മുസ്തഫ ബിറസാൻ, മുസ്തഫയിലേക്ക് എത്തുക. കാരണം അവിടുന്ന് എല്ലാം ഉണ്ട്. ഖാത്തമുൻ നബി അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഖാത്തമുൻ നുബുവത്തിനെ തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നത് മറ്റൊരു രീതിയിൽ വിശദീകരിച്ചു തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഖാത്തം ഷുദ് എന്തുകൊണ്ടാണ് അവിടുത്തെ ഖാത്തം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം അല്ലാമ ഇഖ്ബാൽ വിശദീകരിക്കുന്നത് എന്താ വെച്ചാൽ ബജൂദ് മിസ്ല നീ ബൂദ് വനീ ഹാഹന്ത് ബൂദ്. ഔദാര്യത്തിൽ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഔദാര്യത്തിൽ അവിടുത്തെ പോലെ ആരും ജനിച്ചിട്ടില്ല, ഇനിയോട്ട് ജനിക്കുകയുമില്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ, ഏത് ഗുണങ്ങൾ മാനുഷികമായിട്ടുള്ള ഗുണങ്ങളും മൂല്യങ്ങളും പരിശോധിച്ചാൽ അവയൊക്കെ തന്നെയും അവിടെ ചെന്ന് അന്ത്യം കാണുന്നു. എല്ലാറ്റിൻ്റെയും പൂർണ്ണത അവിടെ ചെന്ന് അവസാനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ ചെന്ന് അവസാനിക്കുകയാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. പിന്നെ മറ്റൊരു കവിതയിൽ അല്ലാമ ഇഖ്ബാൽ പറയുന്നുണ്ട്, പിന്നെ ഈ മൂസാ നബിയുടെയും ഈസാ നബിയുടെയും എല്ലാവരുടെയും ഗുണങ്ങളെടുത്ത് പറയുന്നിടത്ത് പിന്നെ യദേ മൂസ ദമേ ഈസ വ യദേ ബൈസാദാരി, അതാ യദേ ബൈസാദാരി
തു ഹമയ ഹൂബാൻ തു തൻഹാദാരി എന്ന അതാ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല കൊടുത്തിരുന്ന പ്രത്യേക സിദ്ധി, ഒരു പ്രത്യേക അത്ഭുത സിദ്ധി ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ പ്രകാശിക്കും, അങ്ങനത്തെ ഒരു മോചിതത്ത് ഉണ്ടായിരുന്നല്ലോ. അതെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശ്വസനം, ഈസാ നബി ഒന്നിലേക്ക് ജീവനില്ലാത്തൊരു വസ്തുവിലേക്ക് അങ്ങോട്ട് ശ്വസിച്ചാൽ ഊതിയിട്ടുണ്ടെങ്കിൽ ജീവനുണ്ടായി വരുന്നത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു പക്ഷി ഒരു മണ്ണുകൊണ്ട് ഒരു പക്ഷിയുടെ ആകൃതി ഉണ്ടാക്കി എന്നിട്ട് അതിലേക്ക് ഈസാ നബി ഊതിയപ്പോൾ അതിന് ജീവൻ വെച്ചതും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് ദമേ ഈസ, ദമേ ഈസ വ യദേ ബൈസാദാരി വ പിന്നെ ഹമേ ഹൂബാൻ തൂ തൻഹാദാരി. എല്ലാ നല്ലവർക്കുമുള്ള നല്ല ഗുണങ്ങൾ അങ്ങയിൽ ഒറ്റക്കുണ്ട് നാം. അപ്പോൾ ലോകത്തുള്ള ഏത് ശ്രേഷ്ഠന്മാരെയും ഏത് ഉത്കൃഷ്ടന്മാരെയും നമ്മൾ അന്വേഷിച്ച് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരിൽ എന്തെല്ലാം ഗുണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. ഈ ഗുണങ്ങളൊക്കെ തന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ ഒത്തിണങ്ങിയതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എല്ലാ ഗുണങ്ങളും അന്ത്യം കാണുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ഖാത്തം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് ഖാത്തമുർ റസൂൽ എന്നതിൻ്റെ അർത്ഥം നിഷേധിച്ചുകൊണ്ടല്ല, പക്ഷേ ഖാത്തം എന്ന പദപ്രയോഗത്തിന് മറ്റൊരു കൊണോട്ടേഷൻ, ഒരു അർത്ഥം അല്ലാമ ഇക്ബാൽ മറ്റൊരു അർത്ഥത്തിൽ അദ്ദേഹം അതിനെ മനോഹരമായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയൊരു ഗുണമല്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം, ആ വ്യക്തിത്വത്തെ അതിൽ അടങ്ങിയിട്ടുള്ള അതിൻ്റെ ഹഖീഖത്തിനെ വിശദീകരിച്ച് തരുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തിട്ടുള്ള ആ സ്ഥാനം എന്ന് പറഞ്ഞാൽ മനുഷ്യരാശി മുഴുവൻ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് മുതൽക്ക് എന്ന് പറഞ്ഞാൽ എന്നുമുള്ള എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ആദ്യ നബി ഇസ്ലാം മുതൽക്കല്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഭൂമിയിലേക്ക് ജനിച്ച് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ജനിച്ചു വന്ന് നമ്മുടെ ഇടയിൽ ജീവിച്ച് സാമൂഹിക ജീവിതം പഠിപ്പിച്ചപ്പോഴത്തത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹഖീഖത്ത് പറഞ്ഞാൽ അതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചം പടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എല്ലാ വസ്തുക്കളെയും പടക്കണം. ഈ ഹദീസിൽ അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് അന്ന് ലംഹ് ഉണ്ടായിരുന്നു. അന്ന് പിന്നെ ഈ റസൂലുള്ളാഹിൻ്റെ നൂറ് പടക്കുന്ന സമയത്ത് അന്ന് ഇത് ഒരു മൃഗങ്ങളുണ്ടായിരുന്നില്ല, സസ്യങ്ങളുണ്ടായിരുന്നില്ല, മലക്കുകളുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ജന്നത്ത് സ്വർഗ്ഗം ഉണ്ടായിരുന്നില്ല, നരകം ഉണ്ടായിരുന്നില്ല, അങ്ങനെ എണ്ണിന് ആകാശം ഉണ്ടായിരുന്നില്ല, ഭൂമി ഉണ്ടായിരുന്നില്ല, ലൗഹം ഉണ്ടായിരുന്നില്ല, കലമുണ്ടായിരുന്നില്ല. അപ്പോൾ ലൗഹമില്ലാത്ത, കലമില്ലാത്ത, ആകാശമില്ലാത്ത, ഭൂമിയില്ലാത്ത, ചന്ദ്രനില്ലാത്ത, സൂര്യനില്ലാത്ത എന്ന് പറഞ്ഞാൽ സൃഷ്ടി ആരംഭിക്കുന്നതിൻ്റെ മുമ്പ്, മറ്റെല്ലാം സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹഖീഖത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ടെന്ന്. ആ ഹഖീഖത്ത് മുഹമ്മദിയിലേക്ക്, ആ ഹഖീഖത്ത് മുഹമ്മദിയോട് ചേർന്ന് നിൽക്കാൻ സാധിക്കണമെങ്കിൽ കൂടുതൽ നുബുവത്തിൻ്റെ തന്നെ യഥാർത്ഥം ശരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ, നുബുവത്തിൻ്റെ റിസാലത്തിൻ്റെയൊക്കെ നുബുവത്തിൻ്റെ തന്നെ യഥാർത്ഥം, അതുപോലെ വഹയിൻ്റെയൊക്കെ യാഥാർത്ഥ്യം അല്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ അത് വിശദീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നുബുവത്ത് എന്താണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണമെങ്കിൽ ഈ തസവൂഫ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം എന്നാണ്. അപ്പോൾ അത്തരത്തിൽ തസവൂഫ് മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ച് ശരിക്കും നുബുവത്ത് തന്നെ വേണ്ടത്ര ഉൾക്കൊള്ളാൻ സാധിക്കൂല എന്നാണ്. കാരണം മനുഷ്യൻ്റെ സാധ്യതകൾ أشهد أن لا
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് റസൂലുള്ളാഹിൻ്റെ എല്ലാ ഗുണങ്ങളെയും ലോകത്തുള്ള ഏത് ഉത്കൃഷ്ടനായ ആൾക്കുള്ള എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് ആത്മീയമായിട്ടുള്ള ശക്തി, ഈ ശക്തി ഇങ്ങനെ ഈ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹഖീഖത്ത് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ തസവ്വുഫിൻ്റെ വഴി കൂടെ ചിന്തിക്കുമ്പോഴാണ് സാധിക്കുക. അപ്പോൾ അത് പരിശ്രമമാണ്. എത്തിച്ചേരാൻ സാധിക്കുന്ന, മനുഷ്യന് പരിശ്രമിക്കാവുന്ന, ഓരോരുത്തർക്കും പരിശ്രമിക്കാവുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നത് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ശരീരത്തിൽ അങ്ങനെ നിൽക്കുക ശരിയില്ല. ശരീരത്തിൽ കൂടി നമ്മൾ ഉയരാൻ വേണ്ടി ഹഖീഖത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കപ്പലിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുക എന്നല്ലാതെ അടിയിലേക്ക് മുങ്ങിപ്പോകണ ഒരു സ്വഭാവമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇത്തരം അനുഭവങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അത് യഥാർത്ഥത്തിൽ അനുഷ്ഠാനമാണ്. ശരീരത്തിൽ പറഞ്ഞാൽ അനുഷ്ഠാനമാണ്. അതിനെ അനുഭൂതിയിലേക്ക് വളർത്തുന്നത് തരീഖത്തിലൂടെയാണ്. ആ തരീഖത്തിൽ കൂടി എത്തിച്ചേരുന്ന ഹഖീഖത്തിലൂടെയാണ്. അങ്ങനെയാവുമ്പോഴാണ് ശരിക്ക് ആരിഫീങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള അനുഭൂതി നമുക്ക് അപ്പം കിട്ടും. ഇബാദത്തൊക്കെ എടുക്കുന്ന സമയത്ത് ഇബാദത്തിൽ കൂടി കിട്ടുന്ന ആ രസമുണ്ടല്ലോ, ഒരനുഭവം. പിന്നെ ലോ അലിമൽ മുലൂക്കു മാ നഹ്നു ഫീഹി ലഖാതലൂനാ ബിസുയൂഫിഹിം വജുയൂഷിഹിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അനുഭവം. അള്ളാഹുവാണ് സത്യം. ലൗ അലിമൽ മുലൂക്കു മാ നഹ്നു ഫീഹി, രാജാക്കന്മാർ ഞങ്ങൾ അനുഭവിക്കുന്ന അനുഭവം രാജാക്കന്മാർക്ക് കിട്ടുകയാണെങ്കിൽ, അവരറിയുകയാണെങ്കിൽ, അതിനെപ്പറ്റി അറിയുകയാണെങ്കിൽ, ലഖാതലൂനാ ബിസുയൂഫിഹിം വജുയൂഷിഹിം, അവർ സർവായുധ വിഭൂഷിതരായി സൈനിക സമേതം വന്ന് ഞങ്ങളെടുത്ത അനുഭൂതി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആ അനുഭൂതിയിലേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ ഈ വഴി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴാണ് സാധിക്കുക. അപ്പോൾ തരീഖത്തിലൂടെ ഹഖീഖത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യക്തിത്വം, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം. ഇപ്പോൾ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ നമ്മുടെ കേരളത്തിൽ ഇന്ത്യ രാജ്യത്തൊക്കെ തന്നെ ഇസ്ലാമിക പ്രബോധനം നടത്തിയപ്പോഴൊക്കെ തന്നെ ഇത്തരം വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ വലിയ ശക്തികളോടൊക്കെ തങ്ങളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് ആ വ്യക്തിപ്രഭാവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും നിഷ്പ്രഭമായി പോയി അല്ലേ. ഇവിടേക്ക് ഇസ്ലാം ദീൻ പ്രചരിപ്പിച്ചിട്ടുള്ള നമ്മളിപ്പോഴും തന്നെ അനുസ്മരിക്കുകയും നമ്മൾ സിയാറത്തിന് പോയിച്ചിടപ്പതാ പിന്നെ ഏറുവാടിയിലെ ഇബ്രാഹിം ബാദുഷാ, ഏറുവാടിയിലെ ഇബ്രാഹിം ബാദുഷാ ഹഖീഖത്ത് മുഹമ്മദി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അള്ളാഹിനോട് അടുക്കുമ്പോൾ റസൂലുള്ളാഹിനോട് അടുക്കണം. അപ്പോൾ റസൂൽ മാർഗ്ഗദർശനം ചെയ്യുന്നതിന് തെളിവാണ് ഇതൊക്കെ. അള്ളാഹുവിനോട് അടുക്കും പോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് റസൂലുള്ളാഹിൻ്റെ ഹഖീഖത്തിലേക്ക് അടുക്കും. ഹഖീഖത്ത് മുഹമ്മദിയുമായി അടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് റസൂലിൻ്റെ വക്കൽ നിന്നുള്ള മാർഗ്ഗദർശനം കിട്ടും. അങ്ങനെ ഇബ്രാഹിം ബാദുഷാ ഇങ്ങോട്ട് വരുന്നത് അദ്ദേഹം ഏറുവാടിയിൽ നമ്മളൊക്കെ അദ്ദേഹത്തിന് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം പ്രബോധനം ചെയ്തതിൽ വലിയൊരു പങ്കുള്ള ആളാണ് അദ്ദേഹം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അവിടെ മദീനയിലെ ഗവർണറായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അത്ര വലിയ സ്ഥാനമൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. കേവലം ഇങ്ങനെ പിന്നെ സ്ഥാനമൊന്നും ഇല്ലാത്ത വളരെ പാവപ്പെട്ട ഒരാളൊന്നുമല്ല അദ്ദേഹം. ഇങ്ങനെ കേവലം പാണ്ഡിത്യത്തിൽ മാത്രമല്ല, മദീനയിലെ ഗവർണറായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അത്രമാത്രം പിന്നെ പ്രശസ്തനായ ഒരാളുടെ മകനാണ്. എന്നിട്ട് പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന് ദർശനം നൽകി, നിങ്ങൾ ഇന്ത്യ രാജ്യത്തേക്ക് പോകണം. അങ്ങനെ അദ്ദേഹം സിന്ധിൽ വന്നു. അങ്ങനെ സിന്ധിൽ വന്നിട്ട് പിന്നെ അവിടുന്ന് ഗുജറാത്തിൽ പോയിട്ട് പിന്നെ രണ്ടാമത് തിരിച്ച് മക്കത്തേക്ക് തന്നെ പോയി, നാട്ടിലേക്ക് തന്നെ പോയി, മദീനയിലേക്ക് തന്നെ പോയി. എന്നിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചപ്പോൾ കൊണ്ട് അദ്ദേഹത്തെ അവിടെ ഗവർണറായിട്ട് അവരോധിച്ചു. പക്ഷേ അതിനിടയിൽ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദക്ഷിണേന്ത്യയിലേക്ക് പോരാൻ വേണ്ടിയിട്ടുള്ള ദർശനം അദ്ദേഹത്തിന് കൊടുത്തു. ആ ദർശനത്തെ തുടർന്നാണ് അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ മദ്രാസിൽ മധുരയിലൊക്കെ വന്നതും അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് അദ്ദേഹത്തിന് അവസാനം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ജനങ്ങളും ഇസ്ലാമിലേക്ക് ഇങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ അവർക്ക് ഭരണാധികാരികൾക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഏറ്റുമുട്ടലുണ്ടായതും ആ ഏറ്റുമുട്ടലിൽ അദ്ദേഹം പിന്നെ ഷഹീദായതൊക്കെയാണ് ചരിത്രം. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും വലിയ ശക്തിയോട് ഏറ്റുമുട്ടാനുള്ള കരുത്ത്, മനഃശക്തി കിട്ടുന്നത് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വക്കൽ നിന്ന് കിട്ടിയ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആ ദർശനം അദ്ദേഹത്തിന് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹഖീഖത്ത് മുഹമ്മദിയുമായി അദ്ദേഹം ചേർന്ന് നിന്നതുകൊണ്ട്. അതേപോലെ തന്നെ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി, നമ്മളെല്ലാവരും പറയുന്നതാണ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തിയുടെ ചരിത്രം. അദ്ദേഹത്തോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു യോഗി വരിക. അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ, മാജിക് പവർ, പിന്നെ മാന്ത്രിക ശക്തികളൊക്കെ ഉള്ളൊരു യോഗി അദ്ദേഹത്തെ, കാരണം ആളുകൾ മുഴുവൻ പിന്നെ ഹാജയുടെ സാന്നിധ്യം കൊണ്ട് ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വലിയ നീണ്ട പ്രസംഗം ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഈ സിദ്ധി അവർക്കുണ്ടാകുമ്പോൾ ഹഖീഖത്ത് മുഹമ്മദിയുമായിട്ടുള്ള ആ ബന്ധം അവരിലേക്കും നൂറ് ഈ പ്രകാശത്തെ സന്നിവേശിപ്പിക്കുകയാണ്. ആ പ്രകാശവും വഹിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആ പ്രകാശവും വഹിച്ചുകൊണ്ട് വരുമ്പോൾ ആ പ്രകാശത്തിൻ്റെ
ധവളിമയിലേക്ക് ഇവർ സ്വാധീനിക്കപ്പെടുകയാണ്. അങ്ങനെ സ്വാധീനിക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിശ്വസിക്കാൻ വേണ്ടി ധാരാളക്കണക്കിന് ആളുകൾ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. പട്ടാളത്തിലുള്ളവർ വരിക, ഭരണാധികാരിയുടെ പട്ടാളക്കാരടക്കം അദ്ദേഹത്തിൻ്റെ സ്വാധീന വലയത്തിൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുക. അങ്ങനെ അദ്ദേഹത്തെ ഒരു നിലക്കും പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹത്തെ നേരിടാൻ വേണ്ടിയിട്ട് ഒരു യോഗി വന്നു. യോഗി വന്നിട്ട് ആ യോഗി ആകാശത്തൊക്കെ ഇങ്ങനെ മേൽക്കൊക്കെ ഇങ്ങനെ പറക്കണ ഒരു യോഗിയായിരുന്നു. അങ്ങനെ പറക്കാം അയാളെ മാജിക് പവർ കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറക്കാൻ തുടങ്ങിയപ്പോൾ ഹാജ അദ്ദേഹത്തിൻ്റെ മെതിയടി എന്നിട്ട് കുറഞ്ഞു. അങ്ങനെ മെതിയടി എന്നുകൊണ്ട് ഇയാളുടെ തലക്ക് അടിച്ചിട്ട് യോഗി നിലത്ത് വീണു. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ ഇത് കണ്ടതോടുകൂടി അവർക്കൊക്കെ വല്ലാത്ത ഒരു മാറ്റം, അവിടെ കൂടിയിരുന്ന ആളുകളിലേക്ക് വല്ലാത്തൊരു മാറ്റം സംഭവിക്കുകയാണ്. ഫിറോനും മൂസാ നബി അലൈഹി ഇസ്ലാമും തമ്മിൽ മത്സരിച്ച് ആ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ എതിരാളികളായിരുന്ന സാഹിറുകൾ, ജാലവിദ്യക്കാർ, അവരൊക്കെ തന്നെ സഹറത്തു സാജിദീൻ എന്ന് പറഞ്ഞതുപോലെ അതിനോട് തുലനപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം ഹാജിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഇവിടെ തന്നെ കേരളത്തിൽ നമ്മൾ ഇടിയങ്ങര ഷെയ്ഖിൻ്റെ പള്ളി എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ അവിടെ പോയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹം ഹിമ്മസിൽ നിന്ന് വന്ന ആളാണ്. ഹിമ്മസി എന്ന് അദ്ദേഹത്തെ പറയൽ തന്നെ. ഇവിടെ നാട്ടിൽ മാമുക്കോയ എന്നുള്ള പേരിലൊക്കെ അദ്ദേഹം അറിയപ്പെടും. ഏതായാലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള സിദ്ധി, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇസ്ലാമിക പ്രചരണത്തിന് വലിയ കാരണമായി തീർന്നു. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുമ്പിൽ കൂടി സാമൂഹിക പാടിൻ്റെ വീട്ടിൽ ഇങ്ങനെ അരിജാക്ക് കൊണ്ടുപോവുകയാണ്. അരിജാക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ചോദിച്ചു, അല്ല എന്തായി കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. കൊണ്ടുപോകുന്ന ആൾക്കാർ മുമ്പേ കളിയാക്കിയാണ് അത് ഉപ്പുംചാക്കാണെന്ന് പറഞ്ഞു. ആ ഉപ്പുംചാക്കല്ലേ, കല്ലുപ്പ് പറഞ്ഞു മാമുക്കോയ. അങ്ങനെ കൊണ്ടുപോയി സാമൂഹികൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊട്ടാരത്തിൽ കൊണ്ടുപോയിട്ട് അരിജാക്കൊക്കെ തുറന്നു നോക്കുമ്പോൾ അതിലൊക്കെ ഉപ്പാണ് അത്രേ. അപ്പോൾ ഇത് കണ്ടതോടുകൂടി ആൾക്കാരാകെ പരിഭ്രാന്തരായി. സാമൂതിരിയോട് കഥ പറഞ്ഞു. അതോടുകൂടി സാമൂതിരി ചെരുപ്പും മുതേടിയൊന്നും ഇടാതെ, അന്നത്തെ കാലത്ത് മുതേടിയൊക്കെ ഇട്ടിരുന്നു ഓരോരുത്തർ, നഗ്നപാതനായിട്ട് അദ്ദേഹത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നു. ആ കാഴ്ച ഒരുപാട് ആളുകളുടെ ഇസ്ലാം സ്വീകരണത്തിന് ഹേതുവായി. അപ്പോൾ ഇത്തരത്തിൽ തസവുഫിൻ്റെ പാതയിലൂടെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഗരിമ കൊണ്ട്, വ്യക്തിത്വത്തിൻ്റെ ധവളിമ കൊണ്ട്, പ്രകാശം കൊണ്ട് അങ്ങനെയാണ് ആളുകൾ ആകർഷിച്ചിരുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലുള്ളൊരു ചിന്തയാണ് തസവുഫ് അവതരിപ്പിക്കുക. ഹഖീഖത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തസവുഫിൽ കൂടെയാണ് റസൂലിനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക. മറ്റത് നമ്മളെ മുമ്പിൽ ശരീഅത്ത് വാഹകനായിട്ടുള്ള ഒരു ശാരിയായിട്ടുള്ള ഒരു റസൂലിനെ കാണാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് മുതൽക്ക് തന്നെ അള്ളാഹുവിൻ്റെ അധികാരം നൽകപ്പെട്ട ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക വൽ അംലാക, ഈ ആശയം തന്നെ പലർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അതെന്താ ഇപ്പോൾ ലോകം മുഴുവൻ പടക്കാൻ ഒരാളെങ്ങനെ ഏതുവാകാം? ലോകം മുഴുവൻ പടക്കാൻ ഒരാളെങ്ങനെ ഏതുവാകുക എന്ന് ആലോചിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹു താലയും തമ്മിലുള്ള ബന്ധം എന്താണ്? അള്ളാഹുവും റസൂലും തമ്മിലുള്ള ബന്ധം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു, അപ്പോൾ റസൂലിൻ്റെ ഹഖീഖത്ത് അറിയുന്നില്ല, റസൂലുള്ളാഹിൻ്റെ ഹഖീഖത്ത് മുഹമ്മദി അറിയുന്നില്ല, അതേപോലെ തന്നെ നൂറ് മുഹമ്മദി അറിയുന്നില്ല. ഹഖീഖത്ത് മുഹമ്മദി, നൂറ് മുഹമ്മദിയൊക്കെ മനസ്സിലാക്കുമ്പോൾ ലൗലാക്ക അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിൻ്റെ കവിതയിൽ ലൗലാക്ക എന്ന് റസൂലുള്ളാഹിനെ വിശേഷിപ്പിക്കാനുണ്ട്. ലൗലാക്കയുമായി അടുത്തിട്ടില്ലെങ്കിൽ നിനക്ക് പരാജയമായിരിക്കും. അപ്പോൾ നിൻ്റെ ജീവിതം സാക്ഷാത്കൃതമാവണമെങ്കിൽ ലൗലാക്കയുമായി നീ എടുക്കണം. ഈ ഹദീസ് ശരിക്കും അല്ലാമ ഇഖ്ബാലിന് അദ്ദേഹത്തിൻ്റെ ദാർശനിക ബുദ്ധിയിൽ കൂടി ആലോചിച്ചപ്പോൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാവ്യപ്രതിഭ, ശക്തമായിട്ടുള്ള കാവ്യപ്രതിഭയാണ് അദ്ദേഹത്തിൻ്റെ, അതിൽ കൂടി ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അല്ലാമ ഇഖ്ബാൽ ഇത്രയും വലിയ മഹാനായിട്ട് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് സർ എന്നുള്ള പദവി അടക്കം കൊടുത്തിരുന്നു അല്ലേ? സർ മുഹമ്മദ് ഇഖ്ബാൽ എന്നാണ് പറയല്. ആ ഇഖ്ബാൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഒരിക്കൽ അവിടെ നമ്മുടെ ഒരു നാഥൂറാം എന്ന പേരിൽ ഒരാളൊരു പുസ്തകം എഴുതി. അദ്ദേഹം ഇംഗ്ലീഷിലൊരു ഹിസ്റ്ററി ഓഫ് ഇസ്ലാം എന്നുള്ള പേരിൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ മുഴുവൻ നിറയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അധിക്ഷേപിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്ന് മാത്രമൊന്നുമല്ല. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരാളെ കൈ മുറിച്ചു എന്നൊക്കെ പറയില്ലേ, ഇതുപോലത്തെ സംഭവങ്ങൾ ഒരുപാട് പണ്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒന്നാണ് നാഥൂറാം എഴുതിയിട്ടുള്ള പുസ്തകം. നാഥൂറാമിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഹിസ്റ്ററി ഓഫ് ഇസ്ലാം എന്ന. ആ പുസ്തകത്തിൽ റസൂലുള്ളാഹിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് പരാമർശം. ഇത് കണ്ടപ്പോൾ മുസ്ലിമീങ്ങളൊക്കെ കൂടി പ്രകോപിതരായി, സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ പ്രകോപിതരായി അവസാനം അത് കേസ് കൊടുത്തു, കോടതിയിൽ കേസ് കൊടുത്തു. ബ്രിട്ടീഷുകാരെ കോടതിയല്ലേ, അപ്പോൾ കോടതിയിൽ കേസ്
കേസെടുത്തിട്ടൊരു കാര്യം ഉണ്ടായില്ല. അതോടുകൂടി പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? കേസൊക്കെ അയാൾക്കെതിരെയുള്ള കേസ് കോടതി സ്വീകരിച്ചില്ല, അദ്ദേഹത്തെ വിട്ടു, അദ്ദേഹത്തിനെതിരെയുള്ള നടപടി എടുത്തില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് ഉണ്ടാകുന്ന രോഷം ഉണ്ടല്ലോ, ആ രോഷത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു അബ്ദുൽ ഖയ്യൂം എന്ന ഈ സംഭവം ഈ വഹീദുദ്ദീൻ എന്ന പേരിലുള്ള സയ്യിദ് വഹീദുദ്ദീൻ എന്ന പേരിലുള്ള ഒരാളുടെ പത്രാധിപത്യത്തിലുണ്ടായിരുന്നേ അദ്ദേഹം എഡിറ്ററായിട്ടുള്ള ഒരു റൂസ്ഗാറെ ഫക്കീർ എന്നുള്ള പേരിൽ ഒരു പുസ്തകമുണ്ട്, ഒരു പ്രസിദ്ധീകരണമുണ്ട്. അതിൽ വന്നതാണ്, അതിൽ അദ്ദേഹം എഴുതിയതാണ് ഈ സംഭവം. അതിൽ പിന്നെ അബ്ദുൽ ഖയ്യൂം എന്ന പേരിലുള്ള ഒരാൾ, ഹസാര എന്ന സ്ഥലത്തുള്ള ഒരു അബ്ദുൽ ഖയ്യൂം, അദ്ദേഹം ഒരു കത്തിയിട്ട് പോയി നാദുറാമിന് ഒരു കുത്താൻ കൊടുത്തു. നാദുറാം കൊല്ലപ്പെട്ടു. അതോടുകൂടി പ്രശ്നമായി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അബ്ദുൽ ഖയ്യൂമിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ തടവിലാക്കി. അവസാനം കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു. വധശിക്ഷ വിധിച്ചപ്പോൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ വധശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയൊക്കെ ഒരു പരം ഉണ്ടായില്ല. അങ്ങനെ ഒരു സംഘം അല്ലാമ ഇക്ബാലിൻ്റെ അടുത്ത് വരിക. ഇക്ബാലിനോട് പറഞ്ഞു, നമ്മൾ അബ്ദുൽ ഖയ്യൂമിന് വധശിക്ഷ വിധിച്ചത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ, അപ്പോൾ അദ്ദേഹത്തിന് വധശിക്ഷയിൽ നിന്ന് ഒരു ജീവപര്യന്തം തടവായി കിട്ടിയാൽ മതി നമുക്ക്. അദ്ദേഹത്തിന് വധശിക്ഷയിൽ നിന്ന് കൈസലായിട്ട് ഒരു ജീവപര്യന്തം തടവായിക്കോട്ടെ, അത് ഒന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ബ്രിട്ടീഷ് വൈസ്രോയിയോടൊന്ന് സംസാരിക്കണം. കാരണം അദ്ദേഹം സർ മുഹമ്മദ് ഇക്ബാലൊക്കെ അല്ലേ, അപ്പോൾ ആ സ്വാധീനം ഉപയോഗിച്ചിട്ട് വലിയ അറിയപ്പെടുന്ന ആളും കവിയൊക്കെ അല്ലേ, അവിടെ നിങ്ങളൊന്ന് വർത്താനം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാമ ഇക്ബാൽ ചോദിക്കണം എന്താ വെച്ചാൽ, ക്യാ അബ്ദുൽ ഖയ്യൂം കംസൂർ ഹോ ഗയാ ഹേ, അല്ല അബ്ദുൽ ഖയ്യൂം വളരെ പിന്നെ ബലഹീനനായിരിക്കണോ? അദ്ദേഹം നാദുറാമിനെ കൊല്ലുമ്പോണ്ടായിരുന്ന ആ ഊക്കൊന്നുപ്പല്ലേ, ആ മനസ്സൊന്നുപ്പല്ലേ, അദ്ദേഹം ദുർബലനായി കഴിഞ്ഞിരിക്കണമെന്ന് ചോദിച്ചു. ഒരിക്കലും ദുർബലനല്ല, അദ്ദേഹം ദുർബലനല്ല, നമ്മൾ പറയണം അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം പറയുന്നത് എനിക്ക് വേണ്ടി ആരും കോടതിയിൽ പോകരുത്, ആരും റെക്കമെൻഡേഷൻ വേണ്ട, നമുക്ക് ഞാൻ ഷഹാദത്ത് വരിക്കാൻ തയ്യാറായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അല്ലാമ ഇക്ബാൽ 10 മിനിറ്റ് വരെ ഇങ്ങനെ ഇരുന്നു, കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് അദ്ദേഹം ചോദിച്ചു, പിന്നെ അബ്ദുൽ ഖയ്യൂം അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ജിന്ദാ ഹോ തോ വോ ഗാസി ഹേ, ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹം പോരാളിയാണ്, മർ ഗയാ തോ വോ ഷഹീദ് ഹേ, അദ്ദേഹം മരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഷഹീദാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ അള്ളാഹുവിൻ്റെ അടുത്ത് കിട്ടുന്ന പ്രതിഫലം നഷ്ടപ്പെടുത്താൻ വേണ്ടി ബ്രിട്ടീഷ് വൈസ്രോയിയെ സന്തോഷിപ്പിക്കാനാണോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത്? അപ്പോൾ അബ്ദുൽ ഖയ്യൂം അദ്ദേഹം ചെയ്തിട്ടുള്ള കാരണം ഇതൊക്കെ ആലോചിച്ചാൽ ചിലപ്പോൾ എന്താ അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ പോയി കൊല്ലേണ്ട ആവശ്യമുണ്ടോ, നമ്മളയാൾ ഉപദേശിച്ചാൽ പോരെ, നമ്മളയാളെ പരിവർത്തനപ്പെടുത്താൻ ശ്രമിക്കല്ലേ വേണ്ടത്. ഒരാളെ കൊല്ലുന്നതിൽ ഇപ്പം എന്താ, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കുറേ ആൾക്കാർക്ക് മാപ്പ് കൊടുത്ത ആളല്ലേ, തന്നെ കൊല്ലാൻ വേണ്ടി വന്ന ആളുകൾക്കൊക്കെ മാപ്പ് കൊടുത്ത റസൂലല്ലേ, ആ റസൂലിൻ്റെ അനുയായികളായ നമ്മൾ മാപ്പ് കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ഓരോരുത്തരെ. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്നെ അധിക്ഷേപിച്ചവർക്ക് മാപ്പ് കൊടുത്തത് റസൂലുള്ളാഹിനെ അധിക്ഷേപിച്ചവർക്ക് നമ്മൾ മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല, അതിനുള്ള തെളിവല്ല. നമ്മളാണെങ്കിലും അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കാനുള്ള തെളിവാണ്, അല്ലാതെ റസൂലുള്ളാഹിനെ അധിക്ഷേപിച്ചവർക്ക് മാപ്പ് കൊടുക്കാൻ തെളിവല്ലല്ലേ. റസൂലുള്ളാഹിനെ അധിക്ഷേപിച്ചവർക്ക് മാപ്പ് കൊടുക്കാൻ തെളിവല്ല, നമ്മളാരെങ്കിലും അധിക്ഷേപിക്കുക നമ്മൾ തെളിവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാപ്പ് കൊടുക്കണം, അതിന് തെളിവാണ്. അല്ല അള്ളാഹിൻ്റെ റസൂലിനെ അധിക്ഷേപിച്ചവരെ മാപ്പ് കൊടുക്കാനല്ലല്ലോ തെളിവ്. അങ്ങനെയൊക്കെ പറഞ്ഞങ്ങനെ ന്യായീകരിക്കും ആൾക്കാരൊക്കെ. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇഷ്കിൻ്റെ ഒരു ആഷിഖിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തർക്കങ്ങളും വാദങ്ങളെ അല്ലേ, നിങ്ങൾ എൻ്റെ ഈ ആത്മീയമായിട്ടുള്ള പ്രണയത്തിൽ എന്നെ നിങ്ങൾ ഉപദേശിക്കാൻ വരില്ലേ? യാ ലായിമി, എന്നെ അധിക്ഷേപിക്കുന്നവരെ ഈ ഫിൽ ഹുബ്ബിൽ ഉദിരിയായിട്ടുള്ള പ്ലാറ്റോണിക് ലവ്, ആത്മീയമായിട്ടുള്ള ഈ പ്രണയത്തിൽ നിങ്ങളെന്നെ ആക്ഷേപിക്കുന്നവരെ ഞാൻ നിങ്ങളെ ആക്ഷേപം സ്വീകരിക്കൂല എന്നല്ലേ പറയണത്. അപ്പോൾ അതേപോലെ ഇത് ഇഷ്കിൻ്റെ മാർഗമാണ്. അതുകൊണ്ട് അല്ലാമ ഇക്ബാൽ അപ്പോഴത്തെ നടപടി ഞാൻ ഒരിക്കലും തന്നെ പിന്നെ അദ്ദേഹം രക്തസാക്ഷിയായി. എന്നിട്ട് അല്ലാമ ഇക്ബാൽ അദ്ദേഹത്തെ പ്രശംസിച്ച് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കവിത എഴുതി. മറ്റൊരിക്കലും അല്ലാമ ഇക്ബാൽ അദ്ദേഹത്തെ ഒരു പഞ്ചാബിലുള്ളൊരു വലിയ മുതലാളി പിന്നെ ഒരു 5-6 ആൾക്കാർ ചില ഇത് നിയമപ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അപ്പോൾ കൂട്ടത്തിൽ ഇക്ബാലും ഇനിയും വിളിച്ചിരുന്നു. അങ്ങനെ വേറെ ഹസൻ എന്ന് പറഞ്ഞ കുറേ വക്കീലന്മാരെയൊക്കെ വിളിച്ചിരുന്നു. അങ്ങനെ അവിടുന്ന് നിയമോപദേശകം നൽകിയതിന് ശേഷം അവിടെ താമസിക്കണം, രാത്രി അവിടെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു. നല്ല എല്ലാ തരത്തിലുള്ള നല്ല പട്ടുമെത്തി എല്ലാ സുഖസൗകര്യങ്ങളും വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു റൂം. അല്ലാമ ഇക്ബാൽ ആ റൂമിൽ ഇങ്ങനെ ചെന്ന് നോക്കി. ആ റൂമിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്നാണ്ട് മൂപ്പരതൊക്കെ നോക്കിയിട്ട് ഇരുന്ന് കരയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എവിടെ കടന്നിരുന്നെന്ന് ആലോചിച്ചിട്ട്
റസൂല് ഈ പിന്നെ ഓരോണ്ടൊക്കെ മുടഞ്ഞ പായൽ കടന്നിട്ട് റസൂലുള്ളാഹിൻ്റെ ശരീരത്തിൽ പാട് വീണതൊക്കെ പറഞ്ഞുകൊണ്ട് ഇക്ബാൽ അങ്ങനെ ഇരുന്ന് കരയാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം എണീറ്റ് പോയി. എണീറ്റിട്ട് കുളിപ്പുരണ്ട് അപ്പുറത്ത്, അതിൻ്റെ ലേശപ്പുറത്തൊരു കട്ടിലുണ്ട്, ആ കട്ടിലുമേ പോയിട്ട് കടന്നുറങ്ങിയത്. അപ്പോൾ ഇക്ബാലിൻ്റെ പ്രവാചക പ്രണയം അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അവിടുത്തെ ഹഖീഖത്ത്, അതുകൊണ്ടാണ് ഇക്ബാൽ പറയുന്നത് നിങ്ങൾ മുസ്തഫ ബി റസാൻ, നിങ്ങൾ മുസ്തഫയിലേക്ക് തന്നെ എത്തുക. ഇങ്ങനെ പിന്നെ ഹഖീഖത്ത് മുഹമ്മദി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. അത് തസവൂഫിൻ്റെ വഴി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ എങ്ങനെ കാണുന്നു, എങ്ങനെ അവിടുത്തെ സൃഷ്ടിപ്പ് എങ്ങനെ ഉണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ എങ്ങനെ, അവിടുത്തെ ഹഖീഖത്ത് എങ്ങനെ, അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റസൂലുള്ളാഹിൻ്റെ ദർശനമുണ്ടാവും, റസൂലുള്ളാഹിൻ്റെ സാമീപ്യമുണ്ടാവും, ആ സാമീപ്യത്തിൽ നിന്നുണ്ടാവുന്ന സായുജ്യമുണ്ടാവും. അതൊക്കെ തസവൂഫിൻ്റെ വഴിയിൽ കൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി ആവട്ടെ, നിസാമുദ്ദീൻ ഔലിയ ആവട്ടെ, ഇപ്പുറത്ത് പിന്നെ അതുപോലെ അപ്പുറത്ത് തന്നെ ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഖാക്കി ആവട്ടെ, പിന്നെ ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അദ്ദേഹത്തിൻ്റെ ദൗത്യം ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ ദൗത്യം ഏൽപ്പിച്ചത് ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഖാക്കിയായിരുന്നു. ഇവിടുത്തെ നമ്മുടെ ഈ പരിസരത്ത് മമ്പുറന്തങ്ങളാവട്ടെ, ഉമർ ഖാദി നോക്കി നിങ്ങൾ ബ്രിട്ടീഷുകാരോട് അല്ലേ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ഇത്രമാത്രം ഒറ്റക്ക് നിന്നുകൊണ്ട്, ഏകനായി നിന്നുകൊണ്ട് ബ്രിട്ടീഷ് വൈസ്രോയിയോടൊക്കെ വർത്തമാനം പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ മുഖത്ത് നികുതി വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാറി തുപ്പിയതൊക്കെ സംഭവം നമുക്കറിയാം. കാരണം ആ മനഃശക്തി ആ ആത്മീയ ശക്തി, ആ ശക്തി ലഭിക്കുന്നത് ഈ തസവൂഫിൽ നിന്നാണ് കിട്ടുക. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തികൾക്ക് പ്രാധാന്യം ഊന്നൽ കൊടുത്തുകൊണ്ട് ആ വ്യക്തികളുടെ പ്രഭാവം വർദ്ധിപ്പിച്ചുകൊണ്ട് വ്യക്തികൾക്ക് ആത്മീയമായിട്ടുള്ള ശക്തി പിന്നെ പ്രദാനം ചെയ്യുന്ന തരത്തിലുള്ള, അതിന് സഹായകമായ തരത്തിലുള്ള പരിശ്രമങ്ങളും അതിന് സഹായകമായ തരത്തിലുള്ള തെർബിയത്തും ഒക്കെ സിദ്ധിക്കുന്നത് ഈ തസവൂഫിലൂടെയാണ്. അപ്പോൾ തസവൂഫിൻ്റെ വഴി എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ശരീഅത്തിൻ്റെ വഴി എന്ന് പറയുമ്പോൾ നിയമാനുസൃതമായ അച്ചടക്കപൂർണമായ ഒരു ജീവിതം, ആ ജീവിതത്തിൽ കൂടെ അങ്ങനെ മുന്നോട്ട് പോകാം. പക്ഷേ അവിടുന്ന് ഉയർന്നുകൊണ്ട് വീണ്ടും നമുക്ക് ഈ പാതയിലൂടെ ഇത് ഹർഷോഷ്മളമായ ഇസ്ലാമിക ജീവിതം ഒരു ആനന്ദപൂർണ്ണമാക്കി തീർക്കാൻ, അള്ളാഹുവിനോട് സാമീപ്യം നമുക്ക് നൽകുന്ന ആനന്ദവും അനുഭൂതിയും നമുക്ക് കിട്ടാൻ, മറ്റത് അനുഷ്ഠാനത്തിൻ്റെ വഴിയാണ്. പക്ഷേ അനുഷ്ഠാനത്തെ അനുഭൂതിയാക്കിയിട്ട് മാറ്റാൻ അതിന് ഈ തസവൂഫിൻ്റെ വഴിയിൽ കൂടി നമുക്ക് സാധിക്കുള്ളൂ. ഇത് ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ളവരൊക്കെ ഈ അനുഭൂതി ഉള്ളവരായിരുന്നു. കാരണം അന്ന് തസവൂഫ് എന്നുള്ള പേരിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അന്ന് തസവൂഫ് പേര് പറയാത്ത യാഥാർത്ഥ്യമായിട്ട് നിലകൊണ്ടു. പിൽക്കാലത്ത് പേര് പറയപ്പെടുന്ന യാഥാർത്ഥ്യമായി. അതാ വ്യത്യാസം. റസൂലുള്ളാഹിയുടെ കാലത്ത് തസവൂഫ് ഉണ്ടായിരുന്നില്ല എന്നല്ല പറയേണ്ടത്. എവിടെ റസൂലുള്ളാഹിയുടെ കാലത്ത് എവിടെ തസവൂഫ് ഉണ്ടായിരുന്നോ? സഹാബത്തിൻ്റെ കാലത്ത് എവിടെ തസവൂഫ് ഉണ്ടായിരുന്നോ? റസൂലുള്ളാഹി സഹാബത്തിൻ്റെ അതിൻ്റെ മുമ്പത്തെ സമൂഹങ്ങളിലൊക്കെ തന്നെ തസവൂഫ് ഉണ്ടായിരുന്നു. ആ തസവൂഫ് പക്ഷേ പേര് പറയാത്ത യാഥാർത്ഥ്യമായിട്ടുണ്ടായിരുന്നു. യാഥാർത്ഥ്യം നിലകൊള്ളുന്നു, പേരുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് യാഥാർത്ഥ്യം ഇല്ലാതാവൂരല്ലോ. സൂര്യനെ നമ്മൾ സൂര്യൻ എന്ന് വിളിക്കാൻ തുടങ്ങണമെങ്കിൽ എത്രയോ മുമ്പ് സൂര്യനുണ്ട്. ചന്ദ്രനെ നമ്മൾ ചന്ദ്രൻ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയോ മുമ്പ് ചന്ദ്രനുണ്ട്. അപ്പോൾ സൂര്യൻ്റെ പ്രകാശവും ചന്ദ്രൻ്റെ പ്രകാശമൊക്കെ എന്നും യാഥാർത്ഥ്യമായിട്ട് നിലകൊള്ളുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ ഭാഷയിൽ കൂടി അവർക്ക് പേര് നൽകിയപ്പോൾ പേരുണ്ടായിരുന്നല്ലേ ഉള്ളൂ. അതേപോലെ തസവൂഫ് എന്ന് പറഞ്ഞാൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശേഷം പിന്നീട് പിന്നെ ജുനൈദുൽ ബഗ്ദാദി തുടങ്ങിയിട്ടുള്ള ഉവൈസുൽ ഖർനി തുടങ്ങിയിട്ടുള്ള പേരുകൾ നമ്മൾ ഇപ്പോൾ പിന്നെ ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ ഒരുപാട് വഴികളിലൂടെ സഞ്ചരിച്ചു. അദ്ദേഹത്തിൻ്റെ അൽ മുൻഖിദ് മിനൽ ദലാൽ എന്ന പേരിലുള്ള ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മലയാളത്തിൽ അടക്കം അതിനെ തർജ്ജമയൊക്കെ വന്നിട്ടുണ്ട്. അൽ മുൻഖിദ് മിനൽ ദലാൽ. അദ്ദേഹത്തിന് വ്യതിയാനം തന്നെ സംഭവിക്കാണ്ടായി. വിശ്വാസത്തിൽ തന്നെ അദ്ദേഹത്തിന് വ്യതിയാനം സംഭവിച്ചു. സംശയങ്ങളൊക്കെ വരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വ്യതിയാനങ്ങൾ തന്നെ ഉണ്ടായി. ചില സംശയങ്ങളൊക്കെ വരെ അദ്ദേഹത്തിനുണ്ടായി. അതിൽ നിന്നൊക്കെ അദ്ദേഹം മറ്റുള്ള ഓരോന്നിനെയും അന്വേഷിച്ച് പരിശ്രമിച്ച് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയാണ് അൽ മുൻഖിദ് മിനൽ ദലാൽ. അദ്ദേഹം എങ്ങനെ തസവൂഫിലേക്ക് എത്തി, തസവൂഫിൻ്റെ പാതയിലേക്ക് അദ്ദേഹം എങ്ങനെ എത്തി എന്ന് വിവരിക്കുക. അതിന് അദ്ദേഹം വായിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളടക്കം, അതിന് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അബൂ താലിബുൽ മക്കിയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചത്, ജുനൈദുൽ ബഗ്ദാദിയുടെ ഗ്രന്ഥങ്ങൾ വായിച്ചത് തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ അന്വേഷണവും ആ അന്വേഷണത്തിൻ്റെ അവസാനം എത്തിച്ചേരുന്നത് പലരുടെയും വഴികൾ അദ്ദേഹം അന്വേഷിച്ചു. ആ വഴികളിൽ നിന്നൊക്കെ അദ്ദേഹം അതിലൊന്നും സംതൃപ്തനാവാതെ കാരണം അദ്ദേഹം പിന്നെ ഇട്ടെറിഞ്ഞാട് പോയി ഒറ്റയ്ക്ക് ഒരുപാട് ധ്യാനിച്ച് നാട്ടിൽ കൂടി നടന്ന് അങ്ങനെ പോയ സംഭവങ്ങൾ ഒരുപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ അധ്യാപന വൃത്തിയൊക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം അധ്യാപകനായിരുന്നു. നിസാമിയ സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു.
പറയുന്നു, ആ അധ്യാപന വൃത്തിയൊക്കെ ഒഴിവാക്കിയിട്ട് അലഞ്ഞിട്ട് അദ്ദേഹം ഭൗതികതയുടെ വഴികളൊക്കെ ത്യജിച്ചുകൊണ്ട് അദ്ദേഹം എത്രത്തോളം എന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ അടുത്തേക്ക് ഞാൻ പോകൂലാന്ന് ഇമാം റിസയുടെ ഖബറിന് പോയിട്ട് അദ്ദേഹം പ്രതിജ്ഞ ചെയ്യുന്നു. ലൗകികതയിൽ അദ്ദേഹം വരരുതെന്ന് വിചാരിച്ചിട്ട്. കാരണം ഉലമാക്കന്മാർ ലൗകികതയിൽ മുഴുകരുത്. തസൗഫിൻ്റെ ഇപ്പോൾ ഇവിടുത്തെ സൂഫി വര്യന്മാരുടെ തന്നെ ദൗത്യം വിജയിച്ചതിൻ്റെ കാരണങ്ങൾ നമ്മൾ എണ്ണി നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അവർ സ്വീകരിച്ചിരുന്ന അത് അവരുടെ പ്രബോധനത്തിൽ അവർ സ്വീകരിച്ചിരുന്ന നിലപാടൊന്നും അവർ പിന്നെ ഭരണകാര്യം രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും അവർക്ക് നേരെ ഇടപെടാൻ പോയില്ല. പിന്നെ ഇടപെടേണ്ടി വന്നിട്ടുണ്ടാവും ചിലർക്കൊക്കെ. അത് നിർബന്ധിത അവസ്ഥയിൽ പിന്നെ വന്നു. പിന്നെ സ്വന്തം കയ്യിലേക്ക് ഇപ്പോൾ ഇബ്രാഹിം ബാദുഷാക്കൊക്കെ ഖിലാഫത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നു എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഭരണാധികാരികളുടെ കൂടെ നിന്നിട്ട് അതിനനുകൂലമായിട്ട് നിൽക്കുകയൊന്നും ചെയ്തില്ല. അതേപോലെ തന്നെ അദ്ദേഹം ആ സൂഫി വര്യന്മാരൊക്കെ തന്നെയും ഇസ്ലാമിൻ്റെ പ്രബോധനം നടത്തുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടെ ജനങ്ങളുടെ ഭൗതികമായിട്ടുള്ള അധികാരം ആഗ്രഹിക്കാതെ ജനങ്ങളുടെ ആത്മീയമായിട്ടുള്ള അധികാരം, ജനങ്ങളുടെ മനസ്സിലുള്ള രാജാക്കന്മാരായി തീരണം. അപ്പോൾ ഹാജ മൊയ്നുദ്ദീൻ ചിശ്തിയൊക്കെ അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്. ഇങ്ങനെ അവർ ഭൗതികമായിട്ടുള്ള ഇത്തരം സംഗതികളൊക്കെ ത്യജിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അവരുടെ ജീവിതം അവർ ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു. ജനങ്ങളവരുടെ ജീവിതം കണ്ടു. അപ്പോഴാണ് മറ്റൊരു ലൗകികതയിൽ മുഴുകുന്ന ആളുകളാണ്. അത്തരം ആളുകൾക്ക് അങ്ങനത്തെ ആത്മീയമായിട്ടുള്ള പരിശുദ്ധി കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ഉലമാക്കന്മാരെ പറ്റി തന്നെ പറയുന്നുണ്ടല്ലോ, ഉലമാക്കന്മാർ അൽ ഉലമാ ഉമനാവു റുസുലീന, ഉലമാക്കന്മാർ പ്രവാചകൻ്റെ അമീനുകളാണ്, പ്രവാചകൻ്റെ പിന്നെ രഹസ്യ സൂക്ഷിപ്പുകാരാണ്, അതല്ലെങ്കിൽ സെക്രട്ടറിമാരാണ്, അതല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പദവിയാണ് ഉലമാക്കന്മാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊടുത്തത്. പക്ഷേ മാലം യദ്ഖുലൂ ഫി ദുനിയ, അവർ ലൗകികതയിൽ മുഴുകാതിരിക്കുന്നിടത്തോളം കാലം. അപ്പോൾ സഹാബത്ത് വെച്ച് ഒമാ ദുഹൂരുഹും ഫി ദുനിയ, എന്താണ് അവർ ലൗകികതയിൽ മുഴുകുക എന്ന് പറഞ്ഞാൽ അല ഇത്തിബാഉഹും സുൽത്താൻ, ഭരണാധികാരികൾക്ക് വിധേയരാവലാണ്, അവർക്ക് അനുസൃതമായിട്ട് ജീവിക്കലാണ്. അപ്പോൾ ഇവരുടെ മുമ്പിൽ അധികാരവും ഭരണമൊന്നും വലിയ കാര്യമാവില്ല. കാരണം അവർക്ക് അള്ളാഹുവിൻ്റെ സിംഹാസനമാണ്, അള്ളാഹുവിൻ്റെ രാജ്യത്വവും അവൻ്റെ സിംഹാസനവും അവർ കാണുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് നിസ്സാരമായിട്ടുള്ള നാട്ടിലുള്ള ഓരോ ഭരണാധികാരികളൊന്നും ഒരു വിഷയമായിരിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകളിലൊക്കെ നമ്മളെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ തസവൂഫാണ്. അതുകൊണ്ട് ഒന്നാമത്തെ വഴിയിൽ തന്നെ നമ്മൾ നിൽക്കാതെ ശരീഅത്തിൻ്റെ പാതയിൽ തന്നെ നിന്നാൽ നമുക്ക് ശരീഅത്തിൻ്റെ പാതയിൽ കൂടി പിന്നെ ശാരീരിക പറഞ്ഞതനുസരിച്ച് അങ്ങനെ പോകാൻ പറ്റും. പക്ഷേ അവിടുന്ന് മുന്നോട്ട് പോയിട്ട് ആത്മീയമായിട്ടുള്ള വളർച്ച, ആ വളർച്ചയിൽ കൂടി നമ്മൾ പിന്നെ തെർക്കബുന്ന തബക്കൻ തബക്ക് അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖിഹി, അള്ളാഹുവിൻ്റെ ലിഖാഅ് അനുഭവിക്കാൻ പറ്റുക, അള്ളാഹുവിൻ്റെ ദർശനം അനുഭവിക്കാൻ പറ്റുക. അതിനൊക്കെ നമ്മൾ അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കശ്ഫ് കിട്ടുക, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വെളിപാടുകൾ കിട്ടുക. ആ വെളിപാടുകളൊക്കെ കിട്ടുക നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ അവതരിച്ചു കൊണ്ടിരിക്കുക. ഇത്തരം ഒരു സ്ഥിതിയിലേക്ക് നമ്മളെ പരിവർത്തനപ്പെടുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ വളർച്ചയുടെ സാധ്യതകൾ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എത്രയോ വളർച്ചാ സാധ്യതകളുള്ളവനാണ് മനുഷ്യൻ. നമ്മളിലുള്ള സാധ്യതകളെ ഒതുക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. അത് മാനസികമായിട്ടുള്ള വളർച്ചയിൽ ചില ആൾക്കാർ കായികമായിട്ടുള്ള വളർച്ച പരിപോഷിപ്പിക്കൂല, ചില ആൾക്കാർ മാനസികമായിട്ടുള്ള വളർച്ച പരിപോഷിപ്പിക്കൂല, ചില ആളുകൾ ആത്മീയമായിട്ടുള്ള വളർച്ച പരിപോഷിപ്പിക്കൂല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ 3 തരത്തിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ശാരീരികമായിട്ടും കായികമായിട്ടുള്ള വളർച്ച, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വളർച്ച, ആത്മീയമായിട്ടുള്ള വളർച്ച. ഈ വളർച്ചയ്ക്കുള്ള സാധ്യതകളൊക്കെ തന്നുകൊണ്ട് ഈ ഭൂമിയിൽ അല്ലാഹു തആല നമ്മളെ പാർപ്പിച്ചിട്ട് ആ വളർച്ചയുടെ എല്ലാ അടിസ്ഥാന വിത്തുകളും നമ്മളിലിട്ടാണ്. പിന്നെ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ, നമ്മൾ ജനിച്ചിട്ടുള്ള നമ്മളുടെ ജനനത്തിന് ഹേതുവായിട്ടുള്ള ഉത്ഭവത്തിന് ഉള്ള മാർഗമായിട്ടുള്ള ബീജത്തെ സംബന്ധിച്ച് തന്നെ പറഞ്ഞത് അങ്ങനെയാണ്. നുതുവത്തിൻ്റെ അംശാജന രേതസ്കണം സമ്മിശ്രമായിട്ടുള്ള രേതസ്കരണം. സമ്മിശ്രമായ രേതസ്കണം എന്ന് പറഞ്ഞാൽ ഈ രേതസ്കണത്തിൽ തന്നെ നമ്മുടെ ബീജത്തിൽ തന്നെ നമ്മുടെ വളർച്ചാ സാധ്യതകളൊക്കെയും അടങ്ങിയിട്ടുണ്ട്. ആ വളർച്ചയെ നമ്മൾ ത്വരിപ്പിക്കാൻ, ആ വളർച്ചയെ സഹായിക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മളെ പരിവർത്തനപ്പെടുത്തുമ്പോൾ അപ്പോൾ നമുക്ക് വലിയ അത്ഭുതങ്ങളിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ടല്ലേ അതല്ലേ നിങ്ങൾ ദൗലാത്തസീറും ഫി കലാമിക്കും തമ്രീജും ഫി ഖുലൂബിക്കും ലസമിഅ്തും മാ അസ്മഉ വറഅയ്തും മാ അറാ. ലൗലാ തമ്രീജും ഫി കലാമിക്കും, നിങ്ങളുടെ വർത്താനത്തിലുള്ള ഈ ധാരാളിത്തം ഉണ്ടല്ലോ, വർത്താനത്തിലെ ധാരാളിത്തം നിങ്ങൾ ഒഴിവാക്കിയാലോ തമ്രീജും ഫി ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ ഏത് പിശാചിനും അലഞ്ഞു നടക്കാൻ പറ്റുന്ന ഒരു പാർക്കായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ മാറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ
ഞാൻ കാണുന്നത് നിങ്ങൾ കാണും, ഞാൻ കേൾക്കുന്നത് നിങ്ങളും കേൾക്കുന്ന. അപ്പോൾ നമ്മുടേതായ വിഹിതം റസൂലുള്ളാഹി കാണും പോലെ തന്നെ കാണൂല, റസൂലുള്ളാഹി കേൾക്കും പോലെ തന്നെ കേൾക്കൂല, പക്ഷേ നമ്മുടേതായ വിഹിതം. അങ്ങനെ മനുഷ്യനെ ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വസിപ്പിച്ചിട്ട് അവനുള്ള ഒരുപാട് വളർച്ചയുടെ സാധ്യതകൾ നമ്മുടെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുണ്ട്. ആ വളർച്ചയുടെ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതുമാകാൻ സാധിക്കും, എത്രയോ ഉയരാൻ സാധിക്കും, വലിയ വലിയ വിലായത്തിൻ്റെ പദവിയിലേക്ക് പോകാൻ സാധിക്കും. ഇതിനൊക്കെയുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ തസവ്വുഫ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ആ വഴി നമുക്ക് നമ്മളാവും പോലെ സ്വീകരിക്കുക. അത്തരം വഴികൾ സ്വീകരിച്ചവരുടെ പാതയിലൂടെ അവരെ പിന്തുടർന്നുകൊണ്ട് നമ്മൾ ജീവിക്കുക. അങ്ങനെയാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ സന്നിധിയിലേക്ക്, ഉയർന്ന പദവിയിലേക്ക്, അതുപോലെ അല്ലാഹുവിൻ്റെ സാമീപ്യം നേടുവാൻ, ആ സാമീപ്യം നൽകുന്ന സായുജ്യം നേടുവാൻ, ആ സായുജ്യത്തിലൂടെ അല്ലാഹു നമ്മളും ഒരു ലോകത്തിലാണ് എന്നുള്ള സാലോക്യം തരുവാൻ ഇതിനൊക്കെ പറ്റുന്ന ഒന്ന് ആണ് തസവ്വുഫ് എന്ന ശാഖ. അതാണ് ശരീഅത്തിൽ നിന്ന് ഉയർന്ന് തരീഖത്തിലൂടെ ഹഖീഖത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഈ കാര്യം ഇത്ര ഒക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. കാരണം കാമത്ത് കൊടുക്കാനായിട്ടുണ്ട്. അവിടെ ഇനി നീട്ടിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം അവിടെ നമുക്ക് നഷ്ടപ്പെടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹഖിൻ്റെ വഴി കണ്ടുകൊണ്ട് ആ വഴിയിലൂടെ മുന്നോട്ട് പുരോഗമിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.